റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതൊരു ഏതൊരു സ്റ്റേജിലായിരുന്നാലും നമുക്ക് വിൽക്കാൻ പറ്റും. ഈവൻ അത് ഓഫ് പ്ലാനിലാണ് അങ്ങനെയും വിൽക്കാൻ പറ്റും. റെഡി ആയതിനു ശേഷം നമുക്ക് അങ്ങനെയും വിൽക്കാൻ പറ്റും. ഇനി അത് റെഡിയായി കുറച്ച് നാൾ യൂസ് ചെയ്ത് കുറേ മെയിൻ്റനൻസ് ഒക്കെ ആയി കുളമായി കിടക്കുമ്പോഴത്തേക്കും നമുക്കത് വിൽക്കാൻ പറ്റും. അത് നമുക്ക് അതിൻ്റേതായ പ്രൈസിൽ വിൽക്കാൻ പറ്റും. ഇനി അത് എടുക്കുന്ന ആൾക്ക് എങ്ങനെ ബെനിഫിറ്റ് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അത് എടുത്തതിന് ശേഷം നന്നായിട്ട് റീഫർബിഷ് ചെയ്ത് കുറച്ച് ഇതൊക്കെ മാറ്റി വെച്ച്, അതായത് കഥകും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചതിന് ശേഷം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ബെനിഫിറ്റ് ആവും. സോ റിയൽ എസ്റ്റേറ്റ് കൊണ്ട് നമുക്ക് നഷ്ടം വരുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ നഷ്ടം വരുന്നിട്ടില്ല. മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞ് അത് മെയിൻറ്റെയിൻഡായി നല്ല രീതിയിൽ മെയിൻറ്റെയിൻഡായി പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വിറ്റ് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ, റെപ്യൂട്ടഡ് ഡെവലപ്പർ അല്ലെങ്കിൽ ലോങ് ടേം വിഷനുള്ള ഡെവലപ്പേഴ്സ്, ഇവരുടെ അടുത്ത് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും പൈസ ഉണ്ടാക്കാൻ പറ്റും. കാര്യം എപ്പോഴും അവരുടെ ചിന്താഗതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ടൈം പ്രോജക്റ്റ് ആകുമ്പോൾ ബെസ്റ്റ് പ്രോജക്റ്റായിട്ട് അവർ കൊണ്ടുവരാൻ നോക്കും. അതിനുശേഷം ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലായിരിക്കും അവർ നോക്കാൻ പോകുന്നത്.